നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാന് നേർക്ക് ഇസ്രായേലും അമേരിക്കയും ആക്രമണം ആരംഭിച്ചതിന് ശേഷം അവിടെ നിന്നുള്ള വാർത്തകൾ മാത്രമാണ് നമുക്കെല്ലാം തന്നെ ലഭ്യമായിരുന്നത്. ഗാസയിൽ ഹമാസുമായി ഉണ്ടായ ഇസ്രായേലിൻ്റെ ഏറ്റുമുട്ടലുകൾ ഏതുവരെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു വാർത്തകളും പുറത്തു വരുന്നില്ലായിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അവിടെ ഇപ്പോൾ ഹമാസ് ഏതാണ്ട് അടങ്ങിയ ഒരവസ്ഥയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കുകയായിരുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത സൂചിപ്പിക്കുന്നത്. ഗാസയിൽ ഏതാണ്ട് 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹമാസിൻ്റെ ഒരു തുരങ്കം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുന്നു. അതായത് തകർക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അതിനെ അടച്ചുപൂട്ടിയ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. ഏതാണ്ട് 3 മാസം മുമ്പാണ് ഈ ഒരു തുരങ്കത്തിൻ്റെ പ്രധാനപ്പെട്ട കവാടം ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയത്. അതേ തുടർന്നാണ് അവർ ഈ തുരങ്കത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത്. ഇസ്രായേൽ സൈന്യത്തെ ഞെട്ടിപ്പിച്ച കാര്യങ്ങളാണ് ഈ തുരങ്കത്തിനുള്ളിൽ അവർ കണ്ടെത്തിയത്. 80-ലധികം മുറികൾ ഈ തുരങ്കത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. അതായത് 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ തുരങ്കത്തിനുള്ളിൽ 80-ലധികം മുറികൾ. അത് ചെറിയ മുറികളല്ല, കൂറ്റൻ മുറികൾ, എല്ലാവിധ ആഡംബര സംവിധാനങ്ങളുള്ള 80 മുറികളാണ് ഈ 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഈ തുരങ്കം തെക്കൻ ഗാസയിലെ റഫായിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനവാസ മേഖലയുടെ അടിയിലായിരുന്നു ഇവർ നിർമ്മിച്ചിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സ്കൂളുകൾ, പള്ളികൾ, തീർന്നില്ല, ഐക്യരാഷ്ട്ര സഭയുടെ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സംഘടനയുടെയൊക്കെ തന്നെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഈ തുരങ്കത്തിൻ്റെ മുകളിലായിരുന്നു. ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാനും പദ്ധതികൾ ആവിഷ്കരിക്കാനും തങ്ങൾ വധിക്കുന്ന ഇസ്രായേൽ സൈനികരുടെ മൃതദേഹങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാനുമൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നത് ഈ തുരങ്കമായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഇസ്രായേലിന് വളരെ ഹൃദയബന്ധമുള്ള ഒരു സംഭവം കൂടി ഈ തുരങ്കവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇസ്രായേലിൻ്റെ വളരെ ചെറുപ്പക്കാരനായ ഒരു സൈനികനെ, ലെഫ്റ്റനൻറ്റിനെ 2014-ൽ ഹമാസ് തീവ്രവാദികൾ വധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത് ഈ തുരങ്കത്തിനുള്ളിലായിരുന്നു എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹദാർ ഗോൾഡ് എന്ന ഈ സൈനികൻ്റെ മൃതദേഹം 10 വർഷത്തോളം ഈ തുരങ്കത്തിനുള്ളിലാണ് ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. പിന്നീട് 2025-ലാണ് ഈ മൃതദേഹം ഹമാസ് ഇസ്രായേലിന് വിട്ടുകൊടുത്തത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൂർണ്ണ സൈനിക ബഹുമതികളോട് തന്നെയാണ് നാട്ടിലെത്തിച്ച് ഇസ്രായേൽ സംസ്കരിക്കുകയും ചെയ്തത്. ഇങ്ങനെ നോക്കുമ്പോൾ ഹമാസ് ഗാസ മേഖലയെ മൊത്തം എത്ര തുരങ്കങ്ങൾ കൊണ്ടാണ് പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. നേരത്തെയും പല തുരങ്കങ്ങളും കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇതുപോലെ 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സംവിധാനമുള്ള 80-ലധികം മുറികളുള്ള വൻ വിപുലമായ സംവിധാനങ്ങളുള്ള ഒരു തുരങ്കം അതാദ്യമായിട്ടാണ് ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയത്. ഇത് തകർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഇതിൻ്റെ മുകളിൽ ജനവാസ മേഖലയാണുള്ളത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തുരങ്കത്തെ സീൽ ചെയ്യാനാണ്, അല്ലെങ്കിൽ തുരങ്കം അടയ്ക്കാനാണ് ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചത്. 30,000 ക്യൂബിക് സെൻറ്റിമീറ്റർ കോൺക്രീറ്റ് മിശ്രിതമാണ് ഈ തുരങ്ക മുഖങ്ങൾ, അതായത് ഇതിൻ്റെ പ്രധാന കവാടങ്ങൾ അടയ്ക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ചിലവാക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഒരുപക്ഷേ ഈ തുരങ്കം കണ്ടില്ലായിരുന്നുവെങ്കിൽ ഹമാസ് തീവ്രവാദികൾ വീണ്ടും ഈ വെടിനിർത്തലിൻ്റെ കാലഘട്ടത്തിൽ അവർ വീണ്ടും ആയുധസന്നദ്ധരാകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷേ ഇതിലൂടെ കടന്നു വന്ന് വീണ്ടും ഇസ്രായേലിലേക്ക് വരെ എത്തി ആക്രമണം നടത്താനുള്ള ഒരു സാധ്യതയാണ് ഇതോടുകൂടി ഇല്ലാതാകുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 2023 ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് പാഞ്ഞെത്തി അവിടെ ഇത്രയും വലിയൊരു ആക്രമണം നടത്താനും ആളുകളെ കൊല്ലാനും തട്ടിക്കൊണ്ടു പോകാനുമൊക്കെ അവർ ഉപയോഗിച്ചിരുന്നത് ഇത്തരം തുരങ്കങ്ങളാണ്. ഈ തുരങ്കങ്ങളുടെ പ്രവേശന കവാടം എവിടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അങ്ങനെ അവർ നടത്തിയ അന്വേഷണങ്ങളുടെ ഒരു ഫലമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള ഒരു തുരങ്കം കണ്ടെത്താനായതും ആ തുരങ്കത്തിൻ്റെ പ്രവേശന കവാടം അവർക്ക് അടയ്ക്കാൻ കഴിഞ്ഞതും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ പ്രിയപ്പെട്ട സൈനികൻ്റെ മൃതദേഹം ഒളിപ്പിച്ച് വെച്ചിരുന്നത് ഈ തുരങ്കത്തിനുള്ളിലാണ് എന്നുള്ളതും ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഹമാസ് വീണ്ടും ഇവിടങ്ങളിലൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കൃത്യമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ വ്യാപകമായതിൽ തെരച്ചിൽ നടത്തുന്നതും അങ്ങനെ ഈ ഒരു അസാമാന്യമായ വലിപ്പമുള്ള തുരങ്കം കണ്ടെത്തുന്നതും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര വർഷമെടുത്തായിരിക്കും 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള 80 മുറികളും മറ്റെല്ലാ സംവിധാനങ്ങളുമുള്ള ഈ ഒരു തുരങ്കം നിർമ്മിക്കാൻ ഹമാസ് എടുത്തത് എന്ന്.
ഒരുപക്ഷെ ഇറാനെ പോലുള്ള രാജ്യങ്ങളുടെ എഞ്ചിനീയറിംഗ് സഹായമൊക്കെ അവർക്കിതിന് കിട്ടിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ലാതെ ഇത്രയും ഗാസ എന്ന് പറയുന്ന വിപുലമായ ഒരു വലിയ വിശാലമായ ഒരു മേഖല മുഴുവൻ തുരങ്കങ്ങൾ കൊണ്ട് നിറയ്ക്കാനും അതിലൂടെ മറ്റ് പല ഭാഗങ്ങളിലേക്ക് രക്ഷപ്പെടാനുമൊക്കെ ഇവർ ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇത് എന്തുമാത്രം വർഷങ്ങളെടുത്ത് എന്തുമാത്രം ശ്രമഫലമായിട്ടായിരിക്കാം ഈ തീവ്രവാദികൾ ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നത് എന്ന് നമ്മൾ ഊഹിക്കേണ്ടി വരും. ഏതായാലും ഹമാസ് ഏതാണ്ട് പൂർണ്ണമായും ഇപ്പോൾ ഇല്ലാതായൊരവസ്ഥയിലാണ്. പക്ഷേ അവിടെ നിന്നവർ വീണ്ടും പുനർജന്മത്തിന് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയത്തിലും അതിനുള്ള ചില നീക്കങ്ങൾ നടക്കുന്ന വിവരം ലഭിച്ചതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സൈന്യം ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നതും കൃത്യമായി അതിൻ്റെ പ്രവേശന കവാടം തന്നെ ഇത്രയും സമയമെടുത്ത്, അതായത് 3 മാസം എടുത്ത് അതിൻ്റെ പ്രവേശന കവാടം തന്നെ സീൽ ചെയ്യാനും അടയ്ക്കാനും അവർക്ക് കഴിഞ്ഞത്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം എത്ര ശത്രുക്കളെയാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. അവരിപ്പോൾ ഹിസ്ബുള്ളയെ നേരിടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് പോലും ഹമാസിൻ്റെ കാര്യം അവർ വിട്ടുപോയിട്ടില്ല എന്നും ഹമാസിൻ്റെ രഹസ്യ നീക്കങ്ങൾക്ക് എത്ര കൃത്യമായി ഇസ്രായേലിൻ്റെ ചാരസംഘടനയും മൊസാദും മറ്റും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച തെളിവായി മാറുകയാണ് ഈ ഒരു നടപടി.